നമസ്കാരം. എല്ലാവർക്കും മുൻകൂട്ടി ഈസ്റ്റർ ആശംസകൾ. ഇന്നലെ ഗുഡ് ഫ്രൈഡേ. ഇടുക്കി തൊമ്മൻകുത്തിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ റിസർവ് ഫോറസ്റ്റിൽ കയറി കുരിശ് സ്ഥാപിക്കാൻ വരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത ക്രിസ്തീയ സഭ, അത് ഒരു ആഗോള പ്രതിഭാസം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നതും കേരളമാണ്. അത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ നമ്മൾ കാണാം, തമ്മിലടിക്കുന്ന ക്രിസ്തീയ സഭകൾ കൊലപാതകങ്ങൾ വരെ എത്തുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതിൻ്റെയും പിന്നിൽ നയിക്കുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്തീയ സഭയുടെ കാഴ്ചയാണ്. കാരണം അതിനെ എതിർത്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുഡ് ഫ്രൈഡേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിഭാഷ ദുഃഖവെള്ളി എന്നാണ്. നമ്മൾ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ ദുഃഖവെള്ളി വന്നത്? യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയാൻ കഴിയാത്ത നേതൃത്വത്തിന്, അതല്ലെങ്കിൽ പുരോഹിത വർഗത്തിന് വെറും ഒരു വളരെ ഉപരിപ്ലവമായിട്ട് മാത്രം ക്രിസ്തുവിനെ മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് വരുന്നത്, പീഡാനുഭവം. എല്ലാവരും ഈ ദുഃഖ വെള്ളിയാഴ്ച ഒരുതരം ക്രിസ്തു ഏറ്റുവാങ്ങിയ പീഡനത്തെ ഓർത്ത്, ശാരീരികമായ വേദനയെ ഓർത്ത് സ്വയം പീഡിപ്പിക്കുന്ന ആ വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈസ്റ്ററിൻ്റെ ദിവസം ഉയർത്തെഴുന്നേൽപ്പ്, അത് അന്ന് ആഘോഷിക്കുന്നു. എന്താണ് ഈ ഗുഡ് ഫ്രൈഡേ? അതല്ലെങ്കിൽ എന്താണ് ക്രൂശിത രൂപം മുമ്പോട്ട് വയ്ക്കുന്ന പ്രതീകം? അതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? ഇത് ക്രിസ്തീയ സഭയുടെ ക്രിസ്തു കാഴ്ചപ്പാടിലൂടെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുന്ന രീതിയിലൂടെ നമുക്കത് അറിയാൻ പറ്റില്ല. അത് ബൈബിളിൻ്റെ വായന. ഉദാഹരണത്തിന് കുർബാനയിൽ അവർ ബൈബിൾ വായിക്കുന്ന സമയത്ത് ആ ബൈബിളിൻ്റെ വരികളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനകത്തൂടെ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതേപോലെ കുരിശിലൂടെ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതേപോലെ തന്നെ ക്രൂശിത രൂപത്തിലൂടെ നമുക്ക് ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഒരു ക്രിസ്തീയ ഒരു സഭാംഗം മരിക്കുകയാണെങ്കിൽ അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകളും അതേപോലെ അവിടെ വായിക്കുന്ന ആ ദിവ്യവചനങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്തു എന്നുള്ളത് വിളിച്ച് അറിയിക്കുന്നതാണ്. എന്നാൽ ഈ സഭ ഇതെല്ലാം വെറും അധരവ്യായാമമായിട്ട് ചെയ്യുകയും ഇതിൻ്റെ നേതൃത്വം ഏർപ്പെടുന്നത് ആർത്തിയുടെയും അതോടൊപ്പം തന്നെ വിധ്വംസകമായ പ്രവർത്തനങ്ങളിലാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരുപാട് ദുരന്തങ്ങൾ, മലയോര പ്രദേശത്തുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലുകൾ, നമ്മളുടെ വന നശീകരണത്തിൻ്റെ ചില തോതുകൾ, നമ്മുടെ കുരിശ് കേരളത്തിൽ നമ്മുടെ വനമേഖലയെ കൈയേറുന്നതിനും പ്രകൃതിയെ നശിപ്പിക്കുന്നതിനുമൊക്കെ ഒരു ഉപകരണമായിട്ട് പോലും, ഉപാധിയായിട്ട് പോലും കുരിശിനെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിലവിലുള്ള സഭാ നേതൃത്വത്തിലുള്ള ചില ബിഷപ്പുമാർ പോലും ആ രീതിയിൽ പരസ്യമായി രംഗത്ത് വന്ന് പറയേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ എന്താണ് ഈ ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ? ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ഏൽക്കാവുന്ന ഏറ്റവും വലിയ പീഡനമാണ് ആ കുരിശിൽ കിടന്ന് ആ ആണി പതിച്ചു കിടക്കുന്ന അവസ്ഥ. പക്ഷേ ക്രൂശിത രൂപമായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക. ക്രിസ്തുവിൻ്റെ മുഖത്ത് യാതൊരു വേദനയുമില്ലാത്ത ശാന്തമായ ഭാവം. ആ ശാന്തമായ ഭാവത്തിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ജീവിതത്തിൻ്റെ ഏത് യാഥാർത്ഥ്യങ്ങളെയും അതിനെ അതായിട്ട് തന്നെ അംഗീകരിക്കുക, അതായിട്ട് അതിനെ നേരിടുക, സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുമ്പോൾ, ഒരു വിഷയത്തെ നമ്മുടെ മുമ്പിൽ ഉണ്ടായി സ്വീകരിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ, യഥാർത്ഥ തലത്തിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ തന്നെ അതിനകത്തുനിന്ന് നമുക്ക് ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത തലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ഒരു മനുഷ്യനെന്ന് പറയുന്നത് മൃഗമല്ലെന്നും, മനുഷ്യൻ്റെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ശുദ്ധ ബോധമുണ്ടെന്നും, ആ ബോധമാണ് ക്രിസ്തു എന്നുള്ളതാണ് ക്രിസ്തുവിലൂടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ക്രിസ്തുവിനെ രൂപത്തിലൂടെ അല്ല മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ എബ്രഹാമിന് മുമ്പും ഞാനാണ് എന്നാ പറയുന്നത്. അല്ലാതെ എബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. എബ്രഹാമിന് മുമ്പും ഞാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലുള്ള ആ ബോധത്തെയാണ് ക്രിസ്തു സൂചിപ്പിക്കുന്നത്. ആ ബോധത്തിലേക്ക്, അബോധാവസ്ഥയിൽ നിന്ന്, മൃഗത്തിൻ്റെ തലത്തിലുള്ള ഒരു അബോധാവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്ക് ഉയരുന്ന ഒരവസ്ഥ, യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉയർച്ചയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് ഈ ഈസ്റ്റർ സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ആ സ്ഥാനത്തെത്തിയതിന് ശേഷം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ആവർത്തിച്ച് പറഞ്ഞു, സ്വർഗം മരിച്ചതിന് ശേഷം ചെല്ലുന്ന ഇടമല്ല, സ്വർഗം ഭൂമിയിലാണ്, ഇവിടെയാണ് നിങ്ങൾ സ്വർഗം സൃഷ്ടിക്കേണ്ടത്. അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേ ദിവസമായ ഇന്നലെ അദ്ദേഹം മരണവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന അവസ്ഥയായിട്ടാണ് നമ്മൾ ലോകം കണ്ടിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്നലെ ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വീൽ ചെയറിൽ റോമിലെ ജയിലിൽ ചെന്ന് അവിടുത്തെ തടവുകാരെ സന്ദർശിച്ചു. ആ തടവുകാരെ സന്ദർശിച്ചത് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും വയ്യാഞ്ഞിട്ട് പോലും ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമായിരുന്നു. അബോധാവസ്ഥയിൽ, ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഒരാൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. ഇന്ന് നമ്മുടെ ലോകത്തേക്ക് നോക്കുമ്പോൾ ഈ അബോധാവസ്ഥയുടെ തടവറയിൽ കിടക്കുകയാണ് നമ്മുടെ ലോകം മുഴുവൻ. ആ തടവറയിൽ നിന്ന് പുറത്തു വരണം. അതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം എന്നറിയിക്കുന്നതിനാണ് ആ വളരെ രോഗാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയായിട്ട് പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ റോമിലെ തടവുകാരെ കണ്ട് ലോകത്തിനൊരു സന്ദേശം കൊടുത്തത്. അദ്ദേഹം വാക്കുകളിലൂടെയല്ല, അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയിലൂടെയാണ് സന്ദേശം കൊടുത്തത്. ഈ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് വരുന്നതാണ് ക്രിസ്തു. അത് മനസ്സിലാക്കുമ്പോഴാണ് ഗുഡ് ഫ്രൈഡേക്ക് എന്താണ് ഗുഡ് ഫ്രൈഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്, ഗുഡ് ഫ്രൈഡേ ദുഃഖവെള്ളി ആയതിൻ്റെ ദുരന്തം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്.